ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 40 ശ്ലോകം 7-8. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദഗീ സരസിജം കരുണാസമുദ്രം രാരാസകായമതിസുന്ദരമന്ദഹാസം വാദാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 7. സമതിരുഹ്യതദംഗമശങ്കിത ത്വമധബാലകലോപനരോഷിത മഗത് ഇവാമ്രഫലകുജമണ്ഡലം പ്രതിചൂഷൂഷിത ദുർവിഷദൂഷിതം. അന്വയം. അർത്ഥം. അഥ അനന്തരം ബാലകലോപനരോഷിത ബാലകന്മാരുടെ വധം കൊണ്ട് കുപിതനാക്കപ്പെട്ട ത്വം അങ്ങേ അശങ്കിത സംശയമന്യേ തദകം അവളുടെ മടിയെ സമതിരൂഹ്യ അതിരോഹണം ചെയ്തിട്ട് എന്നുവെച്ചാൽ കയറിയിട്ട് ദുർവിഷദൂഷിതം കടുത്ത വിഷം കൊണ്ട് ദുഷിച്ചു കുജമണ്ഡലം വൃത്താകൃതിയിലുള്ള സ്തനത്തെ മഹത് വലിയ ആമ്രഫലം ഇവ മാമ്പഴം എന്ന പോലെ പ്രതിജുസൂഷിത ആസക്തിയോടെ കുടിച്ചു. ഹരിയോ. സാരം. മായാമയനായ ഭഗവാൻ പൂതനയുടെ ക്രൂരകർമ്മം അറിഞ്ഞ് കോപിച്ചിരുന്നതിനാൽ തരം കിട്ടിയപ്പോൾ പൂതനയെ അവളുടെ നിധനം കൊണ്ട് മോക്ഷത്തിന് അർഹയാക്കി തീർക്കാൻ മടിയിൽ കിടന്ന് വിഷം കലർന്ന അവളുടെ മുല വലിച്ചു കുടിച്ചു. ഹരിയോ. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 8. അസുഭിരേവ സമം ധയതി ത്വയി സ്തനമസൗ സ്തനിതോപമാനിസ്വന നിരപദം ഭയദായി നിജം ബഭൂ പ്രതികഥാ പ്രവിസാര്യ ഭുജൗഭൗ. അന്വയം. അർത്ഥം. തൊയി അവിടുന്ന് സ്തനം പൂതനയുടെ സ്തനത്തെ അസുഭി സമം ഏവം ധയതി പ്രാണങ്ങളോടൊന്നിച്ച് തന്നെ കുടിക്കാൻ തുടങ്ങിയപ്പോൾ അസൗ ഈ പൂതന സനിതോപ നിസ്വന ഇടിക്ക് തുല്യം ശബ്ദം ഉണ്ടാക്കുന്നവളായി ഭയദായി ഭയം നൽകുന്ന നിജം തൻ്റെ ബഭു ശരീരം പ്രതിഗത എടുത്തവളായിത്തീർന്നു. ഉഭവു ഭുജവു രണ്ട് കൈകളും പ്രവിസാര്യ മലർത്തിപ്പിടിച്ച് നിരപദം നിലം പതിച്ചു. ഹരിവോ. സാരം. മുലപ്പാലോടുകൂടി പൂതനയുടെ ജീവനെയും ഭഗവാൻ വലിച്ചെടുത്തപ്പോൾ അവൾ വല്ലാത്ത അലർച്ചയോടുകൂടി കൈമലർത്തി നീട്ടി തൻ്റെ സ്വാഭാവിക